ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഡിഷ് കണ്ടാലോ. നമുക്ക് ഉണക്കക്കപ്പ വെച്ചിട്ടൊരു ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഒരു സൂപ്പർ ടേസ്റ്റി ബിരിയാണിയാണ്. സാധാരണ നമ്മൾ പച്ചക്കപ്പ വെച്ചിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കുക. ഈ ഉണക്കക്കപ്പ വെച്ച് ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അത് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും ചെയ്തത്. പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കിയപ്പം അപാര ടേസ്റ്റാട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ഉണക്കക്കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 5-6 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുത്തിട്ട് നമുക്കൊരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ കപ്പയ്ക്ക് കുറച്ച് നല്ല വേവുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ കപ്പയെ കഴിഞ്ഞ് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട്. വേവ് കുറഞ്ഞ കപ്പയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ വേവിക്കാൻ. ഒത്തിരി വെന്ത് പോയാലും നമുക്ക് ആ ബീഫിൻ്റെ കൂടെ ഇട്ട് ഒന്നും കൂടെ വേവിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മളുടെ ഫ്ലെയിമൊക്കെ ക്രമീകരിക്കുക. ഇത് ഞാനൊരു വിസിൽ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മിലിടുന്നുണ്ട്, ഒരു 15 മിനിറ്റോളം, എങ്കിലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം നമ്മളുടെ ബീഫ് എല്ലോട് കൂടിയ ബീഫ് ഒന്ന് റെഡിയാക്കും. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പോലെ ശരിക്കും പറഞ്ഞാൽ എല്ലുണ്ട്. അപ്പോൾ ആ എല്ല് കൂടിയ ഇത് വേണം നമുക്ക് ബിരിയാണിക്ക്. ഞാനിതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്, അതിട്ടുന്നു. പിന്നെ നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ല പോലെ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതുപോലെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടുതലായിട്ടോ ഒക്കെ ചേർക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു കേട്ടോ. അത് കാണിക്കാൻ പറ്റിയില്ല മുളക് പൊടിക്ക് മുൻപായിട്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ആ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഇത് നമുക്കൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വേവുകൊണ്ട് ഇനി അടുപ്പത്തൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ കുറച്ചധികം നേരം അടുപ്പത്ത് വെച്ചിരുന്നാൽ മതിയാവും. ഇപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് വാങ്ങാം. പിന്നെ നമ്മൾ കപ്പയുടെ കൂടെ ഇട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ഇതിൻ്റെ അരപ്പിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനായിട്ട് മുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6-7 മുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നേ കഴിഞ്ഞും ഇങ്ങനെ ഉണക്കമുളകും മുഴുവൻ മല്ലിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോഴത്തേനും അതൊരു ശരിക്കൊരു പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും പ്രത്യേകം. അപ്പോൾ നമുക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2-3 കഷ്ണം വെളുത്തുള്ളി ചതച്ചത് ഇടുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചിടുമ്പോൾ നല്ലൊരു മണവും നല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് വേറെ തന്നെ കേട്ടോ. അതിനുശേഷം ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ഇടുന്നത് കേട്ടോ. പെരിഞ്ജീരകം, അതായത് സാധാരണ ജീരകമല്ല, പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് പീസുകളാക്കിയതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഇങ്ങനെ ഒരു സമയത്ത് ഇടുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകാനായിട്ട് ഇടയാകും. 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ജാതിപത്രി എന്ന് പറയും. അതും നമ്മൾ ഞാനിപ്പോൾ ഇടുന്ന കണ്ടത് ജാതിപത്രി, അതും കൂടി ഒരു കഷ്ണം, അധികമായി പോവില്ല, ഒരു കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതിനെല്ലാം ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ, അത് ഞാനൊന്നിങ്ങനെ കൊത്തി കഷ്ണങ്ങളാക്കിയായിട്ടോ ഇടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മളിത് വറുത്തെടുക്കുമ്പോഴേക്കും ഈ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് ഒന്നും കൂടെ ഒന്ന് എളുപ്പം. നമ്മൾ ചിരണ്ടി ഇടുന്നേ കഴിഞ്ഞും തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് എളുപ്പം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനും ഇടുന്നതായിരിക്കും ടേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ടാൽ അത് കരിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ അവസാനം ഇടുന്നത്. അപ്പം ഈ തേങ്ങ ഒത്തിരി അങ്ങോട്ട് നമ്മൾ വറുത്തെടുക്കേണ്ട,
ചെറിയ തോതിലൊക്കെ വറുത്താൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അന്നേരം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഏകദേശം ഒരു മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ വിസിലൊക്കെ പോയിട്ടിരിപ്പുണ്ട്. കപ്പ ഞാൻ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചായിരുന്നു, വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പം നമുക്കിത് വെന്തോന്നൊക്കെ നോക്കാം. നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ആറിയിട്ടുണ്ട്, ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് കറക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കാൻ. വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകണ്ട, നമുക്കത് അരച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഇറച്ചിയുണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കണം. കുറച്ചൊരു വെള്ളവും കൂടി ഒഴിക്കാം. നമ്മൾ നല്ലപോലെ മിക്സായിട്ട് വരട്ടെ. ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുക്കുന്ന നേരത്തെ അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറും കുറച്ചും കൂടെ ആ വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് വറുക്കാത്തതുകൊണ്ടാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പിട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആദ്യം ഒന്ന് മൂടി വന്ന് ആവി വന്നിട്ട് പിന്നെ ഇളക്കാം. നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വേവിക്കാം. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും കുറച്ച് നേരം കൂടെ തീ താഴ്ത്തി വെച്ച് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് നേരം അതൊന്ന് ഒരുമിച്ച് കിടന്ന് വെന്തെങ്കിൽ മാത്രമേ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മൾ അങ്ങ് രണ്ടും കൂടെ യോജിപ്പിച്ച് വെച്ചാൽ അതാണ് അധികം വെന്ത് പോകാതെ നോക്കണം. കപ്പയാണെങ്കിലും ഈ എല്ലാണെങ്കിലും അധികം വെന്ത് പോകാതെ നമ്മൾ നോക്കണം. എന്നിട്ട് ഒരുമിച്ച് അരപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ അരപ്പിൽ കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് തീ താഴ്ത്തി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുമ്പോഴത്തേനുമാണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ പറ്റും. ഒരു 10 മിനിറ്റോളം ഞാൻ തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്, ശരിക്കും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടേസ്റ്റ് എല്ലാം ഉപ്പും ഒക്കെ എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ ഉണക്കക്കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ശരിക്കും നല്ലൊരു വെറൈറ്റിയാണ്. ഷുഗർ രോഗികൾക്ക് പോലും കഴിക്കാം, ഉണക്കക്കപ്പയല്ലേ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസ് അത് കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ എന്ത് കമൻസ് ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടുകൊള്ളുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.